Hi friends. Hi friends. Hi. 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 ഹൈസിൽ അപ്പം നമ്മൾ എങ്ങോട്ട് പോണേ? Salala. ആഹാ. Manan. Oman. ഒമാനിലോ? ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ട്രാവൽ വിത്ത് ഹൈസൽ ഹന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒമാനിലെ അല്ലെങ്കിൽ GCCയിലെ കേരളം എന്നൊക്കെ അറിയപ്പെടുന്ന സലാലയിലേക്കാണ്. അപ്പോൾ സലാലയിലേക്ക് ഇവിടുന്ന് ഏകദേശം 1250 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈ റോഡ് തന്നെയാണ് പോകുന്നത്. അപ്രോക്സിമേറ്റ്ലി ഇവിടുന്ന് ഒരു 13 hours ഫുൾ ഡ്രൈവ് ഉണ്ട് സലാല വരെ. അപ്പോൾ ഈ യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പോകുന്ന വഴിയെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും. നമ്മൾ അതുകൊണ്ട് തന്നെ 2-3 പാർട്ടൊക്കെ ആയിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. Like, share, and subscribe. Like, share, and subscribe. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ അലൈനിൽ ബോർഡറിലെത്തിയിരിക്കുകയാണ്. കത്തീം അൽ ഷിക്ല ബോർഡർ വഴിയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്, അൽ ബുരൈമയിലുള്ളത്. ബോർഡറിലെ വീഡിയോ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ബോർഡർ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ പറയാം. അങ്ങനെ നമ്മളിപ്പോൾ ബോർഡർ ക്രോസ് ചെയ്ത് ഒഫീഷ്യലി ഒമാനിൽ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ബോർഡറിൽ ഏകദേശം ഒരു 45 മിനിറ്റ് എടുത്തു എല്ലാം ക്ലിയറായി വരാൻ. ബോർഡറിൽ നമുക്കങ്ങനെ വേറെ ചിലവൊന്നും വന്നില്ല. UAE എന്നുള്ള ഒരു എക്സിറ്റ് ചാർജ് മാത്രമേ ആയിട്ടുള്ളൂ. അത് ഏകദേശം ഞങ്ങൾ 5 പേർ കൂടെ ആയതുകൊണ്ട് 124 ദിർഹം അങ്ങനെ എന്താണ് ആയത്. ബോർഡറിലെ പ്രൊസീജിയേഴ്സ് ഈ യാത്രക്കിടയിൽ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇബിരി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ അപ്പുറയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 സൈഡും മരുഭൂമിയാണ്. 2 സൈഡും റോഡിൻ്റെ നിങ്ങൾക്ക് കാണിക്കാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മളിപ്പോൾ ഇബിരിയിൽ എത്തിയിരിക്കുകയാണ്. ഇബിരി എന്ന് പറയുന്നത് ഒരു ചെറിയ പട്ടണമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നമുക്ക് ആവശ്യത്തിന് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ലുലുവിൽ ഒന്ന് കയറാൻ തീരുമാനിച്ചു. എന്തായാലും നമ്മൾ ബോർഡറിൽ UAE എക്സിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരെ വരുന്നത് നമ്മൾ ഒമാൻ്റെ ഇമിഗ്രേഷൻ ഏരിയയിലേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെ തന്നെ നമുക്ക് വണ്ടിക്കുള്ള ഒമാൻ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും. നമ്മുടെ വണ്ടിക്ക് ഓൾറെഡി ഒമാൻ കവറേജ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഇൻഷുറൻസ് പ്രൊവൈഡറിൽ നിന്ന് ഒരു ഓറഞ്ച് കാർഡ് മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ അവിടെ തന്നെ ഒരു ചെറിയൊരു കഫറ്റേരിയ ഉണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒമാൻ്റെ സിം ലഭിക്കുന്നതാണ്. UAE റെസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വേറെ ചാർജൊന്നും ഇല്ല. വിസയ്ക്ക് ഫ്രീ വിസയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഹൈമയ്ക്കാണ്. ഹൈമയ്ക്ക് ഇവിടുന്ന് ഏകദേശം 450 കിലോമീറ്ററോളം ഉണ്ട്. ഏകദേശം ഒരു 4.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇബിരിയിൽ നിന്ന്. ഇന്ന് ഹൈമയിൽ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ സലാല പോകാനാണ് ഞങ്ങളുടെ പ്ലാന്. ഞങ്ങൾ ഇവിടെ ഹൈമയിൽ സ്റ്റേ ചെയ്തത് ഹൈമ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് അതുപോലെ തന്നെ രാത്രി ഡ്രൈവ് ഒഴിവാക്കാനുമായിട്ടാണ് ഞങ്ങളിവിടെ സ്റ്റേ എടുത്തത്. ഇവിടെ ഇതുപോലെ തന്നെ 5-6 ചെറിയ ഹോട്ടലുകൾ വേറെയുണ്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാൻ. ഇതിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് 200 AED അത്രയൊക്കെ ഉള്ളൂ ഒരു നൈറ്റിന് അവർ ചാർജ് ഈടാക്കുന്നത്. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്യുക, എന്നിട്ട് രാവിലെ ഫ്രഷായി നമ്മൾ വീണ്ടും ഇവിടുന്ന് യാത്ര തുടങ്ങാനുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റ്, പെട്രോൾ പമ്പ് എന്നീ സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ അടുത്ത് ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് കഴിച്ചിട്ട് യാത്ര തുടരാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇവിടെ നിന്നും ഏകദേശം 490 കിലോമീറ്റർ ഉണ്ട് സലാലയ്ക്ക്. അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 5 hour ഡ്രൈവ് നമുക്കുണ്ട് ഇവിടെ നിന്നും. ഇനി ഇവിടെ നിന്നും സലാലയ്ക്ക് മുന്നേ നമുക്ക് കിട്ടുന്ന ഒരു പട്ടണം എന്ന് പറയുന്നത് തുമരിയത്താണ്. അത് ഇവിടെ നിന്ന് ഏകദേശം 400 കിലോമീറ്ററോളം ഉണ്ട്. ഈ റൂട്ടിൽ ഒരു 90% റോഡ് 2-way റോഡാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം. കൂടാതെ വലിയ ട്രക്കുകളും സഞ്ചരിക്കുന്ന റോഡ് തന്നെയാണിത്. അപ്പോൾ അതിനൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം. അതുപോലെ തന്നെ ഇത്രയും ദൂരം സഞ്ചരിക്കേണ്ടതുകൊണ്ട് വണ്ടി നല്ല കണ്ടീഷനായിരിക്കാൻ ശ്രദ്ധിക്കുക. സ്പീഡ് ലിമിറ്റ് ഈ റോഡിൻ്റെ അവർ കൊടുത്തിരിക്കുന്ന 120 കിലോമീറ്റേഴ്സാണ്.
പക്ഷെ എന്നിരുന്നാലും ഇവിടെ വേറെ ക്യാമറ ഒന്നും തന്നെ ഇല്ല. പക്ഷേ പോകുന്ന വഴിക്ക് 1-2 പോർട്ടബിൾ ക്യാമറ പോലീസ് സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്യൂല് ഏകദേശം പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ അടുത്ത് കാണുന്ന പമ്പിൽ നിന്നും ഫുൾ ടാങ്ക് ആക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഈ റൂട്ടിൽ പെട്രോൾ പമ്പുകൾ വളരെ കുറവാണ്. വളരെ ഡിസ്റ്റൻസിൽ മാത്രമായിരിക്കും നമുക്ക് പെട്രോൾ പമ്പുകൾ കിട്ടുക. ചിലപ്പോൾ 100-150 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത പെട്രോൾ പമ്പ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒന്ന് നിർത്തി റെസ്റ്റൊക്കെ എടുത്ത് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം കണ്ണത്താ ദൂരത്ത് പരന്ന് നടക്കുന്ന മരുഭൂമിക്ക് നടുവിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ തുമരിയത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പെട്രോൾ പമ്പൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളിവിടെ എന്തായാലും ഒരു പെട്രോൾ പമ്പിൽ കയറാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഓൾറെഡി ഹാഫ് ടാങ്ക് ആയി വണ്ടി. ഇനി സലാല വരെ ഇനി ഒരു 100 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. അതുകൂടാതെ തന്നെ പമ്പിൽ വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇവിടെ പമ്പിൽ ചെറിയ കഫയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കുകയും ഒന്ന് റിഫ്രഷ് ആവുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ പമ്പിൽ കയറുന്നത്. അങ്ങനെ ഏകദേശം ഒരു 1/2-3 മണിക്കൂറോളം ഇവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. സലാല ലക്ഷ്യമായിട്ടുള്ള നമ്മുടെ യാത്ര. ഇനി ഇവിടെ നിന്നും ഏകദേശം ഒരു 80 കിലോമീറ്ററാണ് സലാലയ്ക്കുള്ളത്. ഇനി ഇവിടെ നിന്നുള്ള റോഡ് 1 വേ റോഡാണ്. ഇപ്പോൾ സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്. നമ്മൾ ഹൈവേയിൽ നിന്നും പുറപ്പെട്ടത് ഏകദേശം 8 മണിയോടുകൂടിയാണ് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടത്. ഏകദേശം ഒരു 3 മണിയാകുമ്പോഴത്തേനും നമ്മൾ സലാലയിൽ പ്രവേശിക്കും. ഇനി ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്കിപ്പം മരുഭൂമിയുടെ ഘടന തന്നെ ചെറുതായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഇത്രയും നേരം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് നല്ല പരന്ന് കിടക്കുന്ന മരുഭൂമി കൂടെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ചെറിയ കുന്നുകളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഏതാനും കുറച്ച് കിലോമീറ്ററൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് സലാല എന്ന മാജിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ മരുഭൂമിയുടെ ചൂടിൽ നിന്ന് നമ്മൾ കോടമഞ്ഞിൻ്റെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ദൂരെ ഇങ്ങനെ കോടമഞ്ഞ് നമുക്ക് ദൃശ്യമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ പതുക്കെ ഡ്രോപ്പ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന 38-40 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഇപ്പോൾ പതുക്കെ അത് 30-28 അങ്ങനെയായി കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം നല്ല കോടമഞ്ഞാണ്. വിസിബിലിറ്റി ആണെങ്കിൽ വളരെ കുറവാണ്. ഇവിടെ എല്ലാവരും വളരെ പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. നമുക്കൊരു 5 മീറ്ററിനപ്പുറത്തേക്കെല്ലാം 0 വിസിബിലിറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു ചെക്ക് പോയിന്റ് തെളിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഒഫീഷ്യലി സലാലയ്ക്ക് എൻട്രി ആകുന്നത്. ഇവിടെ അവർ ജസ്റ്റ് നമ്മുടെ ID-യും വണ്ടിയുടെ മുഴുക്കയും ചെക്ക് ചെയ്യും. എന്തായാലും ഇത്രയും മഞ്ഞും ഇതൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവർ ജസ്റ്റ് നമ്മളോട് എമിറാത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചു. നമ്മൾ അതേന്ന് പറഞ്ഞു. അവർ ജസ്റ്റ് വേറെ ഒന്നും ചെക്ക് ചെയ്തില്ല. അവർ കടന്നു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി സലാലയിൽ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇത്ര നേരത്തെ മരുഭൂമിയിലൂടെയുള്ള ഡ്രൈവിന് ശേഷം പച്ചപ്പിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഒരു വല്ലാത്തൊരു ഫീല് തന്നെയാണിത്. നമ്മൾ ശരിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മൂന്നാറിലൊക്കെ വന്ന ഒരു ഫീല് അതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ലഭിക്കുക. കോടമഞ്ഞ് പുതച്ചിരിക്കുന്ന റോഡും സൈഡിലെ ഗ്രീനറിയും എല്ലാം വളരെയധികം മനോഹരമാണ്. സലാല എന്ന് പറയുന്നത് ഒമാൻ്റെ ദോഹാർ ഗവൺമെൻറ്റിൻ്റെ ക്യാപിറ്റലാണ്. അറേബ്യൻ സിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ സലാല. ധാരാളം മൗണ്ടൻസും ബീച്ചുകളും ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഈ സലാല. നമ്മുടെ നാട്ടിലെ മഴക്കാലം എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും ഉണ്ട്. ഇവിടുത്തെ മൺസൂൺ എന്ന് പറയുന്ന പേരാണ് ഖരീഫ് സീസൺ. ഈ വർഷത്തെ ഖരീഫ് സീസൺ ആരംഭിച്ചത് ജൂൺ പകുതിയോടുകൂടിയാണ്. സെപ്റ്റംബർ പകുതി വരെയാണ് ഖരീഫ് സീസൺ ഉള്ളത്. സലാല വിസിറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഖരീഫ് സീസൺ. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ഒരു ടൈമും കൂടിയാണിത്. GCCയുടെ മറ്റ് ഏരിയകളിലുള്ള 40 ഡിഗ്രി ചൂടിൽ നിന്നും ഇവിടുത്തെ തണുപ്പിലേക്ക് കയറുമ്പോഴുള്ള ഒരു അനുഭൂതി അത് വേറെ തന്നെയാണ്. ഈ സമയത്ത് തന്നെയാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും എല്ലാം നമുക്ക് ദൃശ്യമാകുക. മഴ പെയ്ത് ധാരാളം വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫുൾ പച്ചപ്പാണ്. നമുക്കിപ്പോൾ വീഡിയോയിൽ തന്നെ കാണാം ഇതിൻ്റെ ഭംഗി. അതുകൊണ്ട് സലാല വിസിറ്റ് ചെയ്യുമ്പോൾ ഖരീഫ് സീസണിൽ തന്നെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക.
അവിടെ അതിൽ കൂടെ ഇറങ്ങി പോണം. ഷെയ്ൻ, ഷെയ്ന് പച്ചപ്പ സലാല. ഇപ്പൊ നമ്മള് സലാലയിലെത്തി. ഒമാനിലാടി സലാല. ആ ഒമാനിലാന്നേ. ഒമാനിലുള്ള സ്ഥലമാണ് സലാല. എന്തോ ഇത് ഇപ്പോൾ നമ്മൾ സലാലയിലേക്ക് ഇറങ്ങി വരുന്ന വഴി ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി. ഇവിടെ നിന്നുള്ള ഒരു സലാലയുടെ വ്യൂ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങി വരുന്ന റോഡും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സമയം ഏകദേശം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന റൂമിൽ അവിടെ പോയി ചെക്ക് ഇൻ ചെയ്യണം. ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടൽ അപ്പാർട്ട്മെൻ്റാണ് സലാലയിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളും എല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. നമുക്ക് മുന്നിൽ കാണുന്നതാണ് സലാലയിലെ പ്രശസ്തമായ ക്ലോക്ക് ടവർ. തുടർന്നുള്ള വീഡിയോകളിൽ സലാലയുടെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് കാണുമ്പോൾ എന്തുകൊണ്ട് സലാലയിലെ GCCയുടെ കേരളം എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. തുടർന്ന് വരുന്ന വീഡിയോകളും മുഴുവനായും കാണുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ സലാലയുടെ മനോഹരമായ അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.